മക്കളെ നമ്മളിപ്പോൾ എക്സാമിന് മുന്നോടിയായിട്ടുള്ള മോസ്റ്റ് പ്രോബബിൾ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോവുക. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ഒരു 5 അല്ലെങ്കിൽ 4 ചോദ്യങ്ങൾ നമ്മൾ ചെയ്യും. അതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് അസൈൻമെന്റ് പോലെ തരും. അപ്പോൾ ഈ ചോദ്യങ്ങൾ നന്നായി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതേ മോഡലുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി തരും. ഈ മോഡലൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഇപ്പൊ മോഡലിൽ വന്ന പോലെ മെയിൻ പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ഇപ്പോൾ ചാപ്റ്റർ 1 നിന്ന് ആരംഭിക്കാം. നമുക്ക് ആദ്യമായിട്ടൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ലെറ്റ് യു ഇസ് ഈക്വൽ ടു 1,2,3,4,5. എ ഇസ് ഈക്വൽ ടു 3,4. ബി ഇസ് ഈക്വൽ ടു 2,4,5. ഷോ ദാറ്റ് ഒന്ന് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. 2 എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഇതാണ് നമുക്ക് ഫസ്റ്റ് ചോദ്യം ആൻസർ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇത് എന്ത് ടൈപ്പ് ചോദ്യമാണ്. സെറ്റിന്റെ യൂണിയൻ അതുപോലെ തന്നെ ഇന്റർസെക്ഷൻ ഒക്കെ ചെയ്യുന്ന ചോദ്യമാണ്. പിന്നെ ഈ രണ്ട് റിസൾട്ട്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിമോർഗൻസ് തിയറം അല്ലെ. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് യു തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് ആ യു എടുത്ത് എഴുതാം. യു ഇസ് ഈക്വൽ ടു 1,2,3,4,5. എ ഇസ് ഈക്വൽ ടു 3,4. അങ്ങനെയെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യുവിൽ ഉള്ളതും എയിൽ ഇല്ലാത്തതുമായ ആളെയാണ് നമ്മൾ എ കോംപ്ലിമെന്റ് എന്ന് പറയാ. അപ്പൊ യുവിലുള്ളത് 1 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, പക്ഷെ അത് എയിൽ ഇല്ല. അപ്പൊ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആയിരിക്കും? 1,2,5 ആയിരിക്കും. സിമിലർലി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നിട്ടുണ്ട് 2,4,5 ആണ്. അങ്ങനെയെങ്കിൽ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? യുവിലുണ്ട്, ബിയിലില്ല. യുവിലുണ്ട്, ബിയിൽ ഇല്ലാത്തതായിട്ടുള്ള ആളാരാണ്? 1ഉം അതുപോലെ തന്നെ 3ഉം. ഇവര് രണ്ടുപേരാണ് യുവിലുള്ളതും ബിയിലില്ലാത്തതുമായിട്ടുള്ള ആള്. അപ്പൊ നമുക്ക് എ കോംപ്ലിമെന്റും കിട്ടി, ബി കോംപ്ലിമെന്റും കിട്ടി. ഇനി നമ്മുടെ ജോലി എന്ന് പറയുന്നത് ആദ്യം ആ ഒന്നാമത്തെ ഭാഗത്തേക്ക് പോവാന്നുള്ളതാണ്. ഒന്നാമത്തെ ഭാഗത്തില് LHS നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എ കോംപ്ലിമെന്റ് ആയി കിട്ടിയാണ് 1,2,5ന്റെയും ബി കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള 1,3യുടെയും ഇന്റർസെക്ഷൻ കോമൺ ആയവയെ എടുത്തെഴുതുക. അത് ആര് മാത്രമാണ്? 1 മാത്രമാണ് അല്ലെ. 1 മാത്രം. ഇനി RHS ആയിട്ടുള്ള എന്താണ് RHS എന്നല്ലേ? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ എ യൂണിയൻ ബി എന്ത് ചെയ്യണം? എ യൂണിയൻ ബി എ എന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അതിനെ കോംപ്ലിമെന്റ് യുവിൽ നിന്ന് മൈനസ് ചെയ്യണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് എ യൂണിയൻ ബി എന്നുള്ളത് നോക്കാം. എ എന്ന് പറഞ്ഞാൽ 3,4 ആണ്. അതിന്റെ യൂണിയൻ ചെയ്യണം ബി എന്ന് പറയുന്ന 2, 4, 5. അപ്പോ നമുക്ക് എന്ത് കിട്ടും? 2, 3, 4, 5 നമുക്ക് കിട്ടും. കിട്ടില്ലേ? അപ്പൊ അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് യുവിലുണ്ട്, പക്ഷെ എ യൂണിയൻ ബിയിൽ ഇല്ല. മുമ്പ് കണ്ടുപിടിച്ച ഇയാളിൽ ഇല്ല, യുവിലുണ്ട്. അങ്ങനെയുള്ള ഒരേ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. അതാരാണ്? 1 ആണ്. സോ ഇവിടെ നമുക്ക് LHSഉം RHSഉം എന്തായിട്ടുണ്ട്? ഈക്വൽ ആയിട്ടുണ്ട്. ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പാർട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ പാർട്ടിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ആദ്യം LHS എടുത്തെഴുതാം. എന്താണ് LHS? LHS എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണ്. അപ്പോൾ എന്താണ് എ കോംപ്ലിമെന്റ്? 1,2,5 ആണ് എ കോംപ്ലിമെന്റ്. യൂണിയൻ ചെയ്യണം ബി കോംപ്ലിമെന്റ് ആരാ?
1,3 ആകുന്നു. ഇതിൽ നമ്മൾ യൂണിയൻ ചെയ്യുന്ന സമയത്ത് എല്ലാവരും എടുത്തെഴുതുക എന്നാണ് അർത്ഥം. അപ്പോൾ 1ഉം 2ഉം 3ഉം 5നെയും കൂട്ടിയിട്ട് ഒരു സെറ്റാക്കിയിട്ട് എടുത്തെഴുതുക. ഇതാണ് LHS. അപ്പൊ ആരാണ് RHS? RHS ആയിട്ട് അവർ തന്നിരിക്കുന്നത് എന്താ? എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് ആണ് പറഞ്ഞത്. അത് എത്രയാന്ന് നമുക്ക് അറിയില്ല, കണ്ടുപിടിക്കണം. അതിന് നമ്മൾ എ ഇന്റർസെക്ഷൻ ബി ആദ്യം കണ്ടുപിടിക്കണം, എന്നാലേ അതിന്റെ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ എ എന്ന് പറഞ്ഞാൽ ആരാണ്? 3,4 ആണ്. അതിന്റെ ഇന്റർസെക്ഷൻ നമ്മൾ ചെയ്യണം ആരോടാ? ബി എന്ന് പറഞ്ഞാൽ 2, 4, 5. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന ഒരേ ഒരാൾ ആരാണ്? 4 മാത്രമാണ്. ആണോ? 4 മാത്രമാണ്. അങ്ങനെയെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്തായിരിക്കും? ഇപ്പൊ നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കിട്ടിയിട്ടുണ്ട്. അതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവിലുണ്ട്, പക്ഷെ എ ഇന്റർസെക്ഷൻ ബിയിലില്ല. അതാരൊക്കെ വരിക? 1 വരും, 2 വരും, 3 വരും, 5 വരും. അപ്പോൾ പിന്നെയും നമ്മളുടെ LHSഉം RHSഉം ഇവിടെ എന്തായിട്ടുണ്ട്? ഈക്വൽ ആയിട്ടുണ്ട്. ഹെൻസ് പ്രൂവൺ ആണ്. ഓക്കെ അല്ലേ? ഈ മോഡൽ ചോദ്യം നന്നായി പഠിക്കണം. ഡിമോർഗൻസ് തിയറം പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പലതവണ റിപ്പീറ്റഡ് ചോദ്യം കൂടിയാണ്. ഓക്കെ അല്ലേ? ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ് രണ്ടാമത്തെ ചോദ്യം? കൺസിഡർ ദ സെറ്റ്സ് എ ഈക്വൽ ടു 2, 3, 5, 7, ബി ഈക്വൽ ടു 1, 2, 3, 4, 6, 12. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ യൂണിയൻ ബി. തേർഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എ മൈനസ് ബി ആൻഡ് ബി മൈനസ് എ. ഹെൻസ് ഷോ ദാറ്റ്. നാലാമത്തെ എഴുതാം നമുക്ക്. ഹെൻസ് ഷോ ദാറ്റ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി യൂണിയൻ ബി മൈനസ് എ ഈക്വൽ ടു എ യൂണിയൻ ബി ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത്രയുമാണ് നമുക്കുള്ള ചോദ്യങ്ങൾ തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ചെയ്യാം. സൊല്യൂഷനിലേക്ക് പോവാം. നോക്കുക, ആദ്യം എ എന്നുള്ളത് എടുത്തെഴുതുക. എ എന്നുള്ളത് എന്തൊക്കെയാ തന്നെ? 2, 3, 5, 7 ആണ് തന്നിരിക്കുന്നത്. ബി എന്നുള്ളത് എത്രയാ തന്നിരിക്കുന്നത്? 1, 2, 3, 4, 6, 12 ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും കൂടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം എന്താ പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി. എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളവയെ മാത്രം എഴുതുക. കോമൺ ആയിട്ടുള്ളവരാരാ? 2ഉം 3ഉം കോമൺ ആയിട്ടുണ്ട്. 5ഉം 7ഉം രണ്ടിലും ഇല്ല അല്ലെ? അപ്പോ കോമൺ ആയിട്ടുള്ളവരാരാണ്? 2, 3 ആകുന്നു അല്ലെ? അപ്പോ എ ഇന്റർസെക്ഷൻ ബി കിട്ടി. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. എന്താണ് എ യൂണിയൻ ബി? അപ്പോ എ ഡിയും ബി ഡി യൂണിയൻ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവരും എഴുതുക എന്നാണ് അർത്ഥം. അപ്പൊ ആരൊക്കെ വരും? 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും, 7 വരും, 12 വരും. അപ്പോൾ എ യൂണിയൻ ബിയുമായി. ഇനി നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. എന്താണ് പറഞ്ഞത്? എ മൈനസ് ബി കണ്ടുപിടിക്കണം, ബി മൈനസ് എ കണ്ടുപിടിക്കണം. എന്താണ് എ മൈനസ് ബിയുടെ അർത്ഥം? എയിലുണ്ട്, പക്ഷെ ബിയിൽ ഇല്ല. എയിലുള്ളതായിട്ടും ബിയിൽ ഇല്ലാത്തതുമായിട്ടുള്ള രണ്ട് സംഖ്യകളാണ് 5, 7. ഓക്കെ അല്ലേ? ഇനി ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താ? ബിയിലുണ്ട്, പക്ഷെ എയിലില്ല. അപ്പൊ അതാരൊക്കെയാ വരിക? 1 വരും, അത് കഴിഞ്ഞാൽ 4 വരും, അത് കഴിഞ്ഞാൽ 6 വരും, അത് കഴിഞ്ഞാൽ 12 വരും. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് എ മൈനസ് ബിയും ബി മൈനസ് എയും. ഇനി നമ്മളോട് നാലാമതായിട്ടുള്ള ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. എന്താ നാലാമത്തെ ചോദ്യം? LHS അവർ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞാൽ? എ ഇന്റർസെക്ഷൻ ബി, അതിന്റെ യൂണിയൻ എ മൈനസ് ബി, അതിന്റെ യൂണിയൻ ബി മൈനസ് എ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ എ മൈനസ് എ ഇന്റർസെക്ഷൻ ബി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു 2, 3 ആണ്. അതിന്റെ യൂണിയൻ എ മൈനസ് ബി നമ്മൾ കണ്ടുപിടിച്ചു 5, 7 ആണ്. അതിന്റെ യൂണിയൻ ബി മൈനസ് എ 1, 4, 6, 12 ആണ്. ഇതിന്റെ ഒക്കെ യൂണിയൻ കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക?
നമുക്കറിയാം 1 2 3 4 5 6 7 12 അല്ലേ? നമുക്ക് ഓൾറെഡി എ യൂണിയൻ ബി ഇവിടെ കിട്ടിയിട്ടുണ്ട്. RHS ആയിട്ടുള്ള എ യൂണിയൻ ബി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രയാ? 1 2 3 4 5 6 7 12. അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊരു കാര്യം മനസ്സിലായി. ഹിയർ LHS ഈസ് ഈക്വൽ ടു ആരാണ്? RHS ആകുന്നു. ഹെൻസ് പ്രൂവ്ഡ് അല്ലേ? യെസ്, ഹെൻസ് പ്രൂവ്ഡ് ആയി. അപ്പൊ ഇങ്ങനെ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പൊ ഒരു ബേസിക് ചോദ്യം വരാനുള്ള ചാൻസ് ഡിമോർഗൻസ് തിയറം അല്ലാതെ ഇന്റർസെക്ഷൻ ബി, എ യൂണിയൻ ബി, എ മൈനസ് ബി, ബി മൈനസ് എ എന്നിട്ട് അവരെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ അല്ലേ? ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ എത്തി. മൂന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത് ലെറ്റ് എ ഇസ് ഈക്വൽ ടു x such that x belongs to natural number 1 less than or equal to x less than or equal to 5 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. b equal to 2, 3, 6, 9 and c is equal to 1, 4, 5, 8, 9, 10. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം, ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ എന്നാണ് നമ്മളോട് ഒരു ചോദ്യം തന്നിട്ടുള്ളത്. രണ്ടാമത്തെ ചോദ്യം, വെരിഫൈ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഇങ്ങനെ രണ്ട് ചോദ്യമാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് എനെ എടുത്തെഴുതണം. ഈ എ തന്നിട്ടുള്ളത് എന്ത് രൂപത്തിലാണ്? അതൊരു സെറ്റ് ബിൽഡർ എന്നുള്ള ഫോമിലാണ് നമുക്ക് തന്നിട്ടുള്ളത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്നുള്ളതിനെ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഇവിടെ എക്സിന്റെ വില എന്താന്ന് പറഞ്ഞുള്ള നാച്ചുറൽ നമ്പർ ആണ്. അതിന്റെ വില 1 ആകാം. കാരണം അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞില്ലേ, 1 ആകാം. പിന്നെ ആരായിരിക്കാം? 2 ആകാം, 3 ആകാം, 4 ആകാം. മാക്സിമം അവിടെ വരെ പോകാൻ പറ്റുള്ളൂ, 5 വരെ പോകാൻ പറ്റുള്ളൂ. കാരണം മാക്സിമം എത്ര പറഞ്ഞാണ്? ഒരു 5 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സെറ്റ് നമുക്ക് വരുന്നത് എന്താണ് വരിക? 1 2 3 4 5 ആണ് വരിക. ഇനി ബി എന്നുള്ളത് അവർ തന്നിട്ടുണ്ട്. എത്രയാണെന്നാണ്? 2 3 6 9. അപ്പൊ എടുത്തെഴുതണം കേട്ടോ എപ്പോഴും ചോദ്യത്തില്. ബി തന്നിട്ടുണ്ട്. ഇനി സി തന്നിട്ടുണ്ട്. 1 3 4 5 8 9 10 തന്നിട്ടുണ്ട്. ഇനി നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സെറ്റ് എ എത്രയെന്നാ ചോദിച്ചത്. അപ്പൊ അതിനെങ്ങനെ നമ്മൾ കാണിക്കേണ്ടത്? ഡിനോട്ട് ചെയ്യേണ്ടത് എൻ ഓഫ് സെറ്റ് എ ഇങ്ങനെയാണ് കാണിക്കുക. അപ്പോൾ എൻ ഓഫ് എ എന്ന് കാണിച്ചാൽ എന്താ ഈ അർത്ഥം? സെറ്റ് എയിലുള്ള എലമെന്റ്സിന്റെ എണ്ണം ഒന്ന് നോക്കി എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5. എത്ര എലമെന്റ്സ് ഉള്ള? 5 എണ്ണം. അപ്പൊ എൻ ഓഫ് എ നമുക്ക് എത്ര ഉത്തരം കിട്ടിയാണ്? 5. ഇനി നമ്മളോട് ഒരു വെരിഫിക്കേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇത് പോലെ തന്നെയാണോ അത് എന്നുള്ളതാണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ LHS ആദ്യം എടുത്ത് എഴുതുക. എന്താ LHS പറഞ്ഞാണ്? എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി കാണാനാണ് പറഞ്ഞത്. എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യം നമുക്ക് ബി യൂണിയൻ സി കാണാം. ബി യൂണിയൻ സി ഇതാരൊക്കെയാ വരിക? ബിയും സിയും തമ്മിൽ യൂണിയൻ ചെയ്താൽ നമുക്ക് എത്രയൊക്കെയാ വരിക? 1 വരും. പിന്നെ ആരെ വരിക? 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും. 6 കഴിഞ്ഞാൽ 7 രണ്ടിലും ഇല്ല, 8 വരും, 9 വരും, 10 വരും. ഇതാണ് ബി യൂണിയൻ സി. ഇനി എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എയിലും ബി യൂണിയൻ സിയിലും കോമൺ ആയിട്ടുള്ളവര് ആരൊക്കെയാ വരിക? അതായത് 5 പേര് മാത്രമേ ഉള്ളൂ. 1 2 3 4 5 വരുന്നുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആദ്യത്തെ കിട്ടി. ഇനി RHS എന്താ പറയുന്നത് നമ്മളോട്? RHS എന്നുള്ളത് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി ആണോ നോക്കാനാണ് പറയുന്നത്. ആദ്യം നമുക്ക് എ ഇന്റർസെക്ഷൻ ബി കണ്ടുപിടിക്കാം. എന്താ എ ഇന്റർസെക്ഷൻ ബി? എയും ബിയും കോമൺ ആയിട്ടുള്ളവര് ആരൊക്കെയാ വരിക? 2ഉം 3ആണ് എക്കും ബിക്കും കോമൺ ആയിട്ടുള്ളവര് അല്ലേ? അത് കഴിഞ്ഞാല് എ ഇന്റർസെക്ഷൻ സിക്ക് കോമൺ ആയിട്ടുള്ളവർ ആരൊക്കെയാ വരിക എന്ന് പറഞ്ഞാൽ എയും സിക്കും ഇന്റർസെക്ഷൻ. അപ്പോൾ 1 വരും,
4 5 ഇവിടെ ഇല്ല, ഇവിടെ രണ്ടിലുണ്ട്. അപ്പോൾ 1 4 5 വരും. പിന്നെ ഇവിടെ ഉള്ളത് 2 3 ആണ്. ഇവിടെ 2 3 ഇല്ല, 8 9 10 അവിടെ ഇല്ല. അപ്പോൾ ഇന്റർസെക്ഷൻ ആയി. അപ്പൊ അങ്ങനെയെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിയുടെ യൂണിയൻ എ ഇന്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1,2,3,4,5. ഹിയർ ദ LHS ആൻഡ് RHS ആർ സെയിം, ഹെൻസ് റൂട്ട്. ഓക്കെ ഇല്ലേ? അപ്പോൾ ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. ക്ലിയർ അല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ 3ാമത്തെ ടൈപ്പ് ചോദ്യവും കഴിഞ്ഞു. അപ്പൊ നമുക്ക് 4ാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോവാം. ഡ്രോ വെൻ ഡയഗ്രാം. അതായത് നമുക്ക് ഒരു സ്കീമാറ്റിക് റെപ്രസെന്റേഷനിലൂടെ നമുക്ക് സെറ്റ്സിനെ അവതരിപ്പിക്കാവുന്ന രൂപത്തിനെയാണ് വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളോട് ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ നമ്മളിത് ഓൾറെഡി ഡിമോർഗൻസ് തിയറത്തിൽ പഠിച്ചിട്ടുണ്ട്. എ യൂണിയൻ ബി നമുക്കറിയാം. എ യൂണിയൻ ബി എന്താണ്? എയിലും ബിയിലും കൂടിയിട്ടുള്ള എല്ലാവരെയും കൂട്ടി എഴുതിയാൽ എ യൂണിയൻ ബി ആയി. അങ്ങനെ കിട്ടിയിട്ടുള്ള എ യൂണിയൻ ബിയിൽ നിന്ന് നമ്മൾ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആവാൻ എന്താ ചെയ്യണ്ടേ? യുവിലുണ്ട്, പക്ഷെ എവിടെ ഇല്ല? എ യൂണിയൻ ബിയിലില്ല. ആൾക്കാരെ വിളിക്കുന്ന പേരാണ് എന്ത്? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. അപ്പൊ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റിനെ കാണിക്കാനായിട്ട് എന്ത് ചെയ്യുക? ഈ 2 സർക്കിളില് ആദ്യത്തെ ആള് എനെയും രണ്ടാമത്തെ ആള് ബിനെയുമാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അത് 2 സർക്കിൾസിന്റെ ഉൾഭാഗത്ത് മുഴുവൻ ഷെയ്ഡ് വരും. അപ്പൊ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എയും ബിയും അത് ഉൾപ്പെട്ട ഭാഗവും എന്ത് ചെയ്യുക? ബ്ലാങ്ക് ആയിട്ട് ഇടുക. അതിന് ചുറ്റുമുള്ള എല്ലാ ഭാഗവും എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്യുക. അപ്പൊ അതായിരിക്കും നമ്മളുടെ എന്ത് വരിക? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് വരിക. അതേസമയം എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. അപ്പോ നമുക്കറിയാം യുവിൽ നിന്ന് എ ഇന്റർസെക്ഷൻ ബി കോമൺ ആയിട്ടുള്ളവരെ മൈനസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നവരാണ് എ ഇന്റർസെക്ഷൻ ബിയുടെ കോംപ്ലിമെന്റ് അല്ലെ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും കോമൺ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇത് എയും ഇത് ബിയുമാണ് എങ്കിൽ അതിന്റെ കോമൺ വരുന്ന ഇത് ടോട്ടൽ യു ആണെങ്കിൽ അതിന്റെ കോമൺ വരുന്ന ഈ ഭാഗമല്ലേ? അപ്പൊ അതൊഴികെ ബാക്കിയുള്ള എല്ലാ ഭാഗത്തെയും നമ്മൾ എന്ത് ചെയ്യുക? ഷെയ്ഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്തിനെ കാണിക്കും? എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്, അതായത് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റിനെ കാണിക്കുന്നു. ഓക്കെ അല്ലേ? ഇതുപോലത്തെ വെൻ ഡയഗ്രാം വരാനുള്ള ചാൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തൊരു ചോദ്യം കൂടി നമുക്ക് വെൻ ഡയഗ്രത്തിൽ നിന്ന് തന്നെ ചെയ്യാം. ഓക്കെ. അപ്പോൾ 5ാമതൊരു ചോദ്യം വെൻ ഡയഗ്രാം ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. അവർ തന്നിട്ടുള്ള ചോദ്യം നോക്കൂ. കൺസിഡർ വെൻ ഡയഗ്രാം ഓഫ് ദ യൂണിവേഴ്സൽ സെറ്റ് യു തന്നിട്ടുണ്ട്. 1 മുതൽ 13 വരെയുള്ള എല്ലാ സംഖ്യകളും ആണ് യുവിലുള്ളത്. അങ്ങനെയെങ്കിൽ റൈറ്റ് സെറ്റ് എ കോമ ബി ഇൻ റോസ്റ്റർ ഫോം. ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ആദ്യത്തെ കാര്യം. അതിനുശേഷം വെരിഫൈ ചെയ്യാനുണ്ട് ഡിമോർഗൻസ് തിയറം. അതിനുശേഷം നമ്പർ ഓഫ് എലമെന്റ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാനുണ്ട്. നമുക്ക് നോക്കാം. അതിലത്തെ ഓരോ ചോദ്യങ്ങൾ എടുത്തിട്ട് നോക്കാം. ഓക്കെ. അപ്പോൾ എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതും. അപ്പൊ എയിലേക്ക് നോക്കുക. ആദ്യം തന്നെ എയിലുള്ള എലമെന്റ്സ് ആരൊക്കെയാ? എ എന്ന് പറഞ്ഞ സെറ്റിലുള്ളത് 6 ഉണ്ട്, 10 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ ഏതൊക്കെയാ വരിക? 3 4 6 10. എങ്ങനെ വേണമെങ്കിൽ എഴുതാം, പക്ഷെ ഒരു ഓർഡറിൽ എഴുതിയാൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാവുന്നതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. ഇനി ബി എന്ന് പറയുന്ന സെറ്റിൽ ആരൊക്കെയാ ഉള്ളത്? 3 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 11 ഉണ്ട്. അപ്പോൾ 2 3 4 5 11 ഇതാണ് ഈ 2 സെറ്റിലായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചോദ്യം കഴിഞ്ഞു. ഇനി നമുക്ക് 2ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. എന്താണ്? വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ അതിൽ LHSനെ നമുക്ക് എടുത്ത് എഴുതാം. എന്താ ചോദിച്ചാൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം ആദ്യം എ യൂണിയൻ ബി കണ്ടുപിടിക്കണം. ആണോ? എ യൂണിയൻ ബി എന്താണ്? എ യൂണിയൻ ബിയുടെ അർത്ഥം എയിലുമുണ്ട് ബിയിലും കോമൺ ആയിട്ടുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ്, സോറി ടോട്ടൽ ഉള്ളവരെ വിളിക്കുന്ന പേരാണ് എ യൂണിയൻ ബി. അപ്പൊ ആരൊക്കെ വരിക? 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും, 10 വരും, 11 വരും. അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ വരിക എന്ന് പറഞ്ഞേ? ഇതിൽ നിന്ന് തന്നെ നോക്കിയിട്ട് നമുക്ക് പറയാലോ അതിന്റെ കോംപ്ലിമെന്റ്. യുവിലുണ്ട്, പക്ഷെ എ യൂണിയൻ ബി ഹോൾ എ യൂണിയൻ ബിയിലില്ല. അതാരൊക്കെയാ വരിക? 1 വരും. പുറത്തുള്ളവരെ നോക്കിയാൽ മതി. 1 വരും. പിന്നെ ആരാ വരിക? ഈ പറയുന്ന 2 3 4 5 6 വരില്ല. പുറത്തുള്ള 7 വരും.
8 വരും, പിന്നെ ആരാ 9 വരും, 12 വരും, 13 വരും. ഇതാണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. ഇനി രണ്ടാമത് നമ്മളോട് എന്താ പറഞ്ഞേ? RHS നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലേ? എന്താണ് എ കോംപ്ലിമെന്റിന്റെ അർത്ഥം എന്നുള്ളത് നമുക്ക് നോക്കാം. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ല, യുവിലുണ്ട്. അതാരൊക്കെയാ വരിക? 1 വരും. അപ്പോൾ എയിൽ ഇല്ലാത്ത ആൾക്കാരെ മാത്രം എഴുതിയാൽ മതി. 1 വരും, 2 വരും, 3ഉം 4 അവിടെ ഉണ്ട്, 5 വരും, പിന്നെ ആര് വരിക? 6 അവിടെ ഉണ്ട്, 7 വരും, 8 വരും, 9 വരും, 10 അവിടെ ഉണ്ട്, 11 വരും, 12 വരും, 13 വരും. അതാണ് എ. അതിന്റെ ഇന്റർസെക്ഷൻ നമ്മൾ ആരോട് ചെയ്യണം? ബി കോംപ്ലിമെന്റിനോട് ചെയ്യണം. എന്താ ബി കോംപ്ലിമെന്റ്? ബി യുവിലുണ്ട്, ബിയിലില്ല. അപ്പോൾ 2ഉം 3ഉം 4ഉം 5ഉം 12 11ഉം അല്ലാത്ത ബാക്കി ആൾക്കാർ ആരൊക്കെയാ വരിക? 1 വരും, പിന്നെ ആര് വരിക? അതുപോലെ തന്നെ 2ഉം 3ഉം 4ഉം 5ഉം ഇവിടെ വന്നു, 6 വരും, 7 വരും, 8 വരും, 9 വരും, 10 വരും, 11 അവിടെ ഉണ്ട്, 12 വരും, 13 വരും. ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോമൺ ആയവരെ എടുത്തെഴുതുക. ഇവിടെ 1 ഉണ്ട്, രണ്ട് ഭാഗത്തും കോമൺ ആയിട്ട് എടുത്തെഴുതി. 2ഉം 5ഉം 6ഉം ഇല്ല, പിന്നെ രണ്ടിൽ ഭാഗത്തും കോമൺ ആയിട്ട് 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഇല്ല, രണ്ട് ഭാഗത്തും ഇല്ല, പിന്നെ 11 വന്നിട്ടില്ല, 12 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്. ക്ലിയർലി നമ്മളുടെ LHSും RHSും ഇവിടെ എന്തായിരിക്കുന്നു? സെയിം ആയിരിക്കുന്നു. ഹെൻസ് പ്രൂവ്ഡ്. ഇനി അതിന്റെ മൂന്നാമത്തെ പാർട്ട് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്പർ ഓഫ് ടേംസ് ഇൻ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റിലുള്ള നമ്പർ ഓഫ് എലമെന്റ്സ് എത്ര ഉണ്ട്? നമ്മുടെ എ യൂണിയൻ ബി കോംപ്ലിമെന്റ് നമ്മളോട് കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ എത്ര ഉണ്ട് നോക്കിയാൽ മതി. 1, 2, 3, 4, 5, 6. ടോട്ടൽ എത്ര എലമെന്റ്സ് വരുന്നത്? 6 എലമെന്റ്സ് ആണ് വരുന്നത്. ഇത്രയുമാണ് നിങ്ങളുടെ അഞ്ചാമത്തെ ചോദ്യം. ഒരു ചോദ്യം കൂടി ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആറാമത്തെ ചോദ്യം. ലെറ്റ് എ ഈക്വൽ ടു 1, 2, 3. Then number of subsets of A is. എയിൽ വരാവുന്ന നമ്പർ ഓഫ് സബ്സെറ്റ്സ് ആരാണ്? അതിൽ ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. 3 തന്നിട്ടുണ്ട്, ബി 8 തന്നിട്ടുണ്ട്, സി 9 തന്നിട്ടുണ്ട്, ഡി 7 തന്നിട്ടുണ്ട്. അപ്പോ ഇവിടെ നമ്മൾ നോക്കേണ്ടത്, ഇവിടെ എ എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാരെ തന്നിരിക്കുന്നത്? 3 ആൾക്കാരെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല 2⁻3 8 ആണ് വരിക. നമുക്കത് എങ്ങനെ വന്നേന്നുള്ളത് നോക്കാം. അപ്പൊ എ എന്ന് പറയുന്ന സെറ്റിന്റെ സബ്സെറ്റ്സ് ഒക്കെ നമുക്കൊന്ന് എഴുതി നോക്കാം. ആരൊക്കെയാണ് സബ്സെറ്റ്സ് ഓഫ് എ വരിക എന്ന് പറഞ്ഞു? സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 വരാം അല്ലെ, പിന്നെ ആരാ? 2 വരാം, 3 വരാം, പിന്നെ ആരൊക്കെയാ വരിക? 1, 2, 3 തന്നെ വരാം. ആ സെറ്റ് തന്നെ അതിന്റെ സബ്സെറ്റ് ആണ്. പിന്നെ ആരാ വരിക? നൾ സെറ്റ് വരാം അല്ലെ. പിന്നെ ആരാ വരിക? 1ഉം 2ഉം വരാം, 2ഉം 3ഉം വരാം, 1ഉം 3ഉം വരാം. ടോട്ടൽ എത്രയായി? 1, 2, 3, 4, 5, 6, 7, 8. അപ്പൊ therefore നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈസ് ഈക്വൽ ടു എത്രയാ വരിക? നമുക്ക് 8 ആണ് വരിക അല്ലെ. 8 വരിക. അപ്പോൾ കറക്റ്റ് ആൻസർ ബി ആണ്. ഓക്കെ ആണോ? ബി ആണ് നമ്മുടെ ഉത്തരം വരിക. അപ്പൊ ഇത്രയുമാണ് നമുക്ക് സെറ്റിൽ നിന്ന് വരാവുന്ന മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ്. എല്ലാ ക്വസ്റ്റ്യൻസും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസും കൂടി ഞാൻ ഇതിന്റെ അയച്ചിടാം. അപ്പൊ അതൊക്കെ നന്നായിട്ട് ചെയ്തു നോക്കുക. സെറ്റിൽ നിന്ന് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെയാണ് സാധാരണ വരിക. NCERT എല്ലാ ചോദ്യങ്ങളും ചെയ്തു നോക്കാനൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.